the field tensor. The field tensor. നമുക്കറിയാം ഇതുവരെ നമ്മളും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പഠിച്ചു. എന്നിട്ട് നമ്മൾ പറഞ്ഞു the electrostatics or electrodynamics in the case of V and B, when we are connected these two with a relativity, then the value of E and B are transformed. Eയും Bയും x ആക്സിസിലേക്ക് V എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഫ്രെയിം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇയും ബിയും മാറുമായിരുന്നു. That means consider the value of electric field and magnetic field from a stationary frame S to a moving frame S prime. To a moving frame S prime or S bar. ഞാൻ ആ പറയുന്നതിലെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കേട്ടോ. S prime which moving with velocity small v in positive x direction. ഇതിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ അവസാനം എഴുതി നിർത്തിയിരിക്കുന്നത്. So the equation like this, Ex bar is equal to Ex, Ey bar is equal to gamma into Ey minus V into Bz, Ez bar is equal to gamma into Ez plus Vby. That is considered as equation number 12a. എനിക്ക് തോന്നുന്നു നമ്മൾ E equal to V cross B എന്നുള്ളതിനെ ഇക്വേഷൻ 12 ഇട്ടാണ് നിർത്തിയിരിക്കണേ. അപ്പോൾ ഇതിനെ 12a എന്ന് എടുത്തോളൂ. സിമിലർലി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പ്രൂവ് ചെയ്തായിരുന്നു. Bx bar is equal to Bx and V by bar is equal to gamma into By plus V by C square into Ez, and Bz bar is equal to gamma into Bz minus V by C square into Ey. That is 12b. Where ഗാമയുടെ വാല്യൂ എത്രയാണ്? Where gamma is equal to 1 by root of 1 minus V square by C square. That is equation number 12c. അപ്പോൾ ഫീൽഡ് ടെൻസർ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ റിലേറ്റീവ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ എസ് എന്ന് പറയുന്ന റെസ്റ്റിംഗ് ഫ്രെയിമിൽ നിന്ന് എസ് ഫ്രെയിം എന്ന് പറയുന്ന മൂവിംഗ് ഫ്രെയിമിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഇയുടെയും ബിയുടെയും ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ പറയണം. So for this heading you should write these equations where the E and B do not transform like a special part or spatial part of the two ordinary four vectors. സാധാരണ രണ്ട് ഓർഡിനറി ഫോർ വെക്ടർ എന്ന് പറഞ്ഞാൽ തന്നെയാണ് നമുക്കറിയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എക്സ് വൈ ഇസഡും ടൈമും ഡിപ്പെൻഡ് ആണെങ്കിൽ നമുക്കതിനെ ഒരു 4 ഡയമെൻഷൻ ഡിപ്പെൻഡന്റ് വെക്ടർ എന്ന് പറയും. അപ്പൊ ഒരു ഓർഡിനറി ഫോർ വെക്ടറിന് ഉണ്ടാകുന്ന ഒരു വ്യത്യാസമല്ല ഇവിടെ. അപ്പൊ അറിയാൻ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എക്സ് പ്രൈം ഈസിക്കൽ ടു ഗാമ ഇൻറ്റു എക്സ് മൈനസ് വി ടി എന്നോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു നമ്മളുടെ സാധാരണ റിലേറ്റിവിറ്റിയിൽ. അപ്പൊ എക്സ് വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ഇപ്പൊ ഈ ഒരെണ്ണം എടുത്തു നോക്കിയാൽ ഇവിടെ ഇ ആണെങ്കിൽ അതൊരു കോമ്പിനേഷൻ ഓഫ് ഇയും ബിയും ആണ്. ദാറ്റ് മീൻസ് the components of E and B where the E and B do not transform like a spatial part of an ordinary four vector, the component of E and B are stirred together. ഇത് രണ്ടും ഒരുമിച്ച് സ്റ്റിർഡ് ടു പറഞ്ഞാൽ കൂടിക്കുഴഞ്ഞ് കിടക്കുന്നു എന്നുള്ള അർത്ഥം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ.
are combined together in an equation are stirred together when we go from one inertial frame to another. When we consider one inertial frame to another with respect to another. നല്ല വ്യത്യാസം വരുള്ളൂ. ഇവിടെ ബാർ വന്നത് മൂവിങ് ഫ്രെയിമിലാണ്. മൂവിങ് ഫ്രെയിമിൽ ഇവിടെ വരുമ്പോൾ ഗാമ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഈ വാല്യൂ. ഇവിടെ ഇറ്റ് ഈസ് ദ കമ്പൈൻഡ് ഫോം ഓഫ് ഇ ആൻഡ് ബി in the S frame of reference or rest, but this is with respect to S prime. So the component of E and B is stirred together when we considering one inertial frame with respect to another. In അപ്പോൾ ഇതിനെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മളൊരു ടെൻസർ നൊട്ടേഷനിലേക്ക് പോവാം. So we considering actually the E and B are the component of a second rank anti-symmetric tensor. Second rank anti-symmetric tensor, which transform according to 12A and 12B. ഈ ഇക്വേഷൻ 12A ഇത് മുഴുവനും അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഒരു സെക്കൻഡ് റാങ്ക് ആന്റി സിമെട്രിക് ടെൻസർ ആയിട്ട് ഈ ട്രാൻസ്ഫോർമേഷനെ മാറ്റണം. അതിനാദ്യം നമുക്ക് വി വാണ്ട് ടു കൺസിഡർ എ 4 വെക്ടർ. ഇപ്പം സ്പേഷ്യൽ ആണെങ്കിൽ 3 സ്പേഷ്യൽ പ്ലസ് 1 ടൈം. We need a 4 vector. Let's consider A nu is our 4 vector in S frame. That means with respect to rest. And A nu, the mu, A mu with respect to moving frame S bar, and we can write it as A mu bar equal to gamma. Delta, capital delta mu of the transformed coordinate, nu of the old coordinate into A. That is equation number 30. ഇതെന്താണ് ഈ ഇക്വേഷൻ എഴുതിയെന്ന് മനസ്സിലായോ അർത്ഥന? ഈ ഇക്വേഷൻ കിട്ടിയോ? അതായത് ഇതൊരു 4 വെക്ടർ ആണ്. ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് 4 വെക്ടർ. ഇപ്പൊ നമ്മൾ ടെൻസറിനെ കുറിച്ച് പറഞ്ഞില്ല. ഇതൊരു 4 വെക്ടർ ആണ്. ആ 4 വെക്ടർ റെസ്റ്റിംഗ് ഫ്രെയിമിലാണ് എ ന്യൂ. റെസ്റ്റ് എന്ന് എഴുതിയാൽ മതിയല്ലോ. ഇനി അത് ട്രാൻസ്ഫോംഡ് ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോഴാണ് മറ്റൊരു വാല്യൂവിലേക്ക് ട്രാൻസ്ഫോം ചെയ്തു എ ബാർ ന്യൂ. ആ മാറ്റം എന്ന് പറയുന്നത് ഒരു ഇതെന്നാന്നറിയാവോ? ഇതെന്നതാ ഐശ്വര്യ, വാട്ട് ഈസ് ദിസ്? ഇറ്റ് ഈസ് എ മെട്രിക്സ് അല്ലേ? ഇപ്പം ഡെൽറ്റ ന്യൂ അല്ലേ? മ്യൂ ന്യൂ എന്ന് പറഞ്ഞാല് മ്യൂ നമ്പർ ഓഫ് റോയും ന്യൂ നമ്പർ ഓഫ് കോളംസുമുള്ള ഒരു മെട്രിക്സ് ആണിത്. ആ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇത് ഇങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്യും. അല്ലെ റിലേറ്റിവിറ്റി അനുസരിച്ച് മൂവിങ് ഫ്രെയിമിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു 4 വെക്ടർ ട്രാൻസ്ഫോർമേഷൻ എഴുതിയാൽ ദാറ്റ് എ ബാർ മ്യൂ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലാംഡ മ്യൂ ന്യൂ ഇൻറ്റു എ ന്യൂ. ഇത് ഓൾഡ് 4 വെക്ടർ, ഇത് our transformed 4 vector, and it is multiplied, or capital delta nu is a Lorentz transformation matrix. എപ്പോഴാണിത്?
കണ്ടീഷൻ എപ്പോഴാണ് ഇത് ഫ്രെയിം മൂവ് ചെയ്യണം അല്ലേ? എസ് പ്രൈം when S prime moving with the velocity v in positive x direction with respect to S. എനിക്ക് തോന്നുന്നു ക്ലിയർ ആയി തോന്നുന്നു. Where capital delta is a Lorentz transformation matrix. ആക്ച്വലി അതൊരു 4x4 മെട്രിക്സ്, അതായത് 16 I think 16 എലമെന്റ് വരും. 1 2 3 4 4 into 4. So where delta is a Lorentz transformation matrix, and we can write it as capital delta is equal to matrix gamma minus gamma beta 0 0 minus gamma beta ഓർത്തിരിക്കാനും പഠിക്കാനും എളുപ്പ into gamma into അല്ല gamma 0 0 0 0 1 0 0 0 0 1. This is the Lorentz transformation matrix that is used for interpret the transformation of a 4 vector from a rest frame to a moving frame of reference, or S with respect to S prime, where capital delta is equal to gamma minus gamma beta 0 0 minus gamma beta gamma 0 0 0 0 1 0 0 0 0 1. But where while the question number consideration number 14, where gamma is equal to gamma value എത്രയായിരുന്നു പറഞ്ഞേ? സംയുക്ത. What's the value of gamma? Where gamma is equal to one by root of 1 minus v square by c square. And what about beta? നേരത്തെ ഒന്ന് ചെയ്തു തന്നിട്ടുള്ള where beta is equal to v by c. അല്ലെങ്കിൽ ഇവിടെ നോട്ട് ചെയ്ത് അത് രണ്ട് കോൺസ്റ്റന്റുകൾ വന്നിട്ടുണ്ടല്ലേ, ഗാമയും ഉണ്ട് ബീറ്റയും ഉണ്ട്. അതിന്റെ രണ്ടിന്റെയും വാല്യൂ ഏതാ? ഈ സാധനമാണ് നമ്മൾ പിന്നെ ഇ ബാറും ഇയിലോട്ടും ഇട്ട് ഇങ്ങനെ ഗുണിച്ച് കഴിയുമ്പോൾ തിരിച്ച് നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ മുഴുവൻ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന മെട്രിക്സ്. സോ ദിസ് ഈസ് ദ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. Now here the gamma mu nu, where mu represents the number of row and nu represents the number of column of the Lorentz transformation matrix. Now consider a second rank tensor. അപ്പോൾ 3 കാര്യങ്ങൾ പറയും. എ ന്യൂ എന്ന് പറഞ്ഞ എഴുതി തന്നെയാണ്, അതൊരു 4 വെക്ടർ ആയിരുന്നു, എല്ലാം ഓർത്തു പോകണം. ലാംഡ എന്ന് പറഞ്ഞ എഴുതി തന്നെയായിരുന്നു, ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ആയിരുന്നു. ഇനി എഴുതാൻ പോകുന്നതാണ് ഇൻ ടെൻസർ ഫോം ടി. സോ ഇറ്റ് ഈസ് എ സെക്കൻഡ് റാങ്ക് ടെൻസർ. നമുക്ക് 2 വേരിയന്റ് ഉണ്ട്. സോ ലെറ്റ് കൺസിഡർ T lambda sigma is the old എന്നാ പറഞ്ഞ with respect to റെസ്റ്റിൽ ഇരിക്കുന്ന ഫ്രെയിമിന്റെ ടെൻസർ ആണ് T lambda sigma. It is transformed to another T bar mu nu. പുതിയ ഒരു ട്രാൻസ്ഫോംഡ് കോർഡിനേറ്റിലേക്ക് മാറ്റിയാൽ എനിക്ക് തോന്നുന്നു you know this equation, that is equal to with respect to the variation in x direction dou x by dou x raised to x lambda mu into dou x bar nu by dou x raised to sigma. That is equation number 50. This is the
tensor form of this transformation equation. എസിൽ നിന്ന് എസ് പ്രൈമിലേക്ക് പോയ ട്രാൻസ്ഫോർമേഷൻ. ഇവിടെ നമ്മൾ എഴുതിയ പോലെ തന്നെ ഇതിനെ ക്യാപിറ്റൽ ലാംഡ അല്ലെ, ലാംഡ വെച്ച് എഴുതി കഴിഞ്ഞാൽ ലാംഡ മ്യൂ ലാംഡ ഇൻറ്റു ലാംഡ ന്യൂ സിഗ്മ ഇൻറ്റു ടി ലാംഡ സിഗ്മ ഇസ് ഈക്വൽ ടു ടി ബാർ മ്യൂ ന്യൂ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 60. ഇതാണ് the general form of the tensor that we want to use it for the transformation of the electric field and magnetic field from a odd coordinate to a new coordinate system, or a frame of rest with respect to frame of motion with velocity v in positive x direction. അപ്പോൾ ഇത് ടെൻസർ, ഇത് 4 വെക്ടർ ആയിരുന്നു, ഇത് ലോറൻസ് മെട്രിക്സ് ആണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ടെൻസർ. നോക്കിയേ, ന്യൂ ട്രാൻസ്ഫോംഡ് കോഡ്, അതാണ് ഇവിടെ കോൺട്രാവേരിയന്റ് ഡൈവർ. ഇത് രണ്ടുമാണ് ഇവിടെ കോവേരിയന്റ് ഡൈവർ. സോ ഇറ്റ്സ് വെരി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ടി ബാർ ന്യൂ ന്യൂ ഇത് ഏതിലും എഴുതാം, ഞാൻ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നതാവും നല്ലത്. ജസ്റ്റ് യൂസ് സെയിം ഇക്വേഷൻ ആൻഡ് സെയിം ഇക്വേഷൻ നമ്പർ for more easily understanding these things. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതെന്ന് പറയുന്നത് ഒരു സെക്കൻഡ് റാങ്ക് ടെൻസർ ആണ്. ഓക്കെ, ദിസ് വൺ ഓർ ടി ബാർ മ്യൂ ന്യൂ ആണെങ്കിലും ടി ലാംഡ സിഗ്മ ആണെങ്കിലും, ആദ്യമേ ഞാനൊരു സെന്റൻസ് പറഞ്ഞു തുടങ്ങി. ഇതിനെ എങ്ങനെ എഴുതാന്ന് പറഞ്ഞ്, ഇറ്റ് ഈസ് എ സെക്കൻഡ് റാങ്ക് ആന്റി സിമ്മട്രിക് ടെൻസർ. ആന്റി സിമ്മട്രിക് ടെൻസർ, ആന്റി സിമ്മട്രിക് ടെൻസർ അത് ഓർക്കുന്നുണ്ടോ? ആന്റി സിമ്മട്രിക് ടെൻസർ എന്ന് പറഞ്ഞാല് ഇപ്പം ഇതാന്നിരിക്കട്ടെ, നമ്മുടെ ടി മ്യൂ ന്യൂ ആണെങ്കിൽ അത് ആന്റി സിമ്മട്രിക് നമുക്ക് അതിന് ഇങ്ങനെ എഴുതാൻ പറഞ്ഞേ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ന്യൂ ന്യൂ. ഇത് രണ്ടും ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ there is a negative sign, that is equation number 7. അങ്ങനെയുള്ള ഒരു ടെൻസറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്റി സിമ്മട്രിക് ടെൻസർ. അതായത് ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്കൊരു മെട്രിക്സ് ഉണ്ട്, അതിന് നമ്മൾ ടെൻസർ നൊട്ടേഷനിൽ ഇവനിപ്പോൾ ഇതിന് A00 എന്ന് എഴുതി നോക്കുക. ഇത് A01, ഇത് എത്രയായി? ഫസ്റ്റ് കോളം A1 A10, ഇത് A11 ഉണ്ടോ? അപ്പൊ നോക്കിയേ, ടി ന്യൂ ന്യൂ എന്നുള്ളത് തിരിഞ്ഞു വരുന്ന എലമെന്റ് ആകുമ്പോൾ ഏതാകും? ഈ A01 എന്നുള്ളത് തിരിഞ്ഞ് A10 ആകും. അങ്ങനെയെങ്കിൽ ഇവിടെ ഇപ്പം ഒരു ലെറ്റർ കിടക്കും, അല്ലെ ഒരു വാല്യൂ കിടക്കുക 4 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? -4 ആയിരിക്കും. അതിൽ എഴുതി വെച്ചിരിക്കുന്നത് where A01 equal to minus of A10. അണ്ടർസ്റ്റാൻഡ് ആയ ഒരു മെട്രിക്സിൽ എങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അർത്ഥന ക്ലിയർ ആയോ? സോ ആ ഒരു ഐഡിയ ആണ് നമ്മൾ ആന്റി സിമെട്രിക് ടെൻസർ എന്ന് പറയുന്നത്. അപ്പം ഇതിനൊരു ഇതാണെങ്കിൽ, ഇങ്ങനെ ഒരു മെട്രിക്സ് ഫോം ആണെങ്കിൽ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 0 ആയിരിക്കും. ഇവിടെ ഇപ്പോൾ ഒരു വാല്യൂ ഉണ്ട്, ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, ഇവിടെ ഒരു വാല്യൂ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇതിന്റെ 3ന്റെ നെഗറ്റീവ് ആയിരിക്കും ഇവിടെ കിടക്കുന്ന വാല്യൂ, ഇവിടെ കിടക്കുന്ന വാല്യൂ, ഇവിടെ കിടക്കുന്ന വാല്യൂ. പറഞ്ഞുതരാം. For an antisymmetric tensor, T nu nu is equal to minus of T nu nu. ഇത് ഇങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ അതിനെ നെഗറ്റീവ് വാല്യൂ ആകും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 7. So hence, for an antisymmetric tensor, here I considering the tensor with 16 elements or 16 components.
ഞാനൊരു ടെൻസർ കൺസിഡർ ചെയ്യാൻ പോകും. അപ്പം അതിന് 16 കമ്പോണൻസ് ഉണ്ട്. ആൻഡ് in which 6 components are repeating. In which 6 components are repeating. നമ്മൾ മുമ്പേ മെട്രിക്സ് വന്നു. ഇവിടുത്തെ അതേ നമ്പറുകളായിരിക്കും ഇവിടെ. എന്തായിരിക്കും വ്യത്യാസമുള്ളത്? നെഗറ്റീവ് സൈൻസ് ആയിരിക്കും. Here 6 components are repeating. ബ്രാക്കറ്റിൽ എഴുതണം. Only the difference is that. Only the difference is a negative sign. ഇങ്ങനെ എഴുതിയാൽ only the difference is a negative sign. So, and the diagonal elements are 0. Diagonal elements 0 ആയിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ടെൻസർ എഴുതാം. T nu T mu nu equal to, ആദ്യം ഇതിന് 0 0 കൊടുക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ പറ്റും? ഇവിടെ T 0 0 മെട്രിക്സ് പോലെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം നല്ല എഴുതണേ, ശ്രദ്ധിച്ചോണം. T 0 0 T 0 1 T 0 2 T 0 3. ഇതെങ്ങനെയാവും? ഫസ്റ്റ് റോ അല്ല, സോറി, 0. അപ്പം 0 1 T അത് ശരിയല്ലല്ലോ. 0 1 ഇത് T 1 0. ഓക്കെ, 1 0 1 1 T 1 2 T 1 3. ഇതെങ്ങനെയാവും? T 2 0 ഓ മാറി T 2 1 T 2 2 T 2 3. One more T 3 0ക്ക് പകരം 3 0 3 1 3 2 T 3 3. നമ്മൾ എന്നാ പറഞ്ഞ മൊത്തം എത്രയുണ്ട്? 1 2 3 4. 1 2 3 4. There are total 16 elements. ആദ്യത്തെ സെന്റൻസ് ക്ലിയർ ആയി. 6 കമ്പോണൻസ് റിപ്പീറ്റിംഗ് ആയിരിക്കും. അപ്പൊ നോക്കിയേ, ഡയഗണൽ 0 ആണെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ എഴുതാം? ഡയഗണൽ എല്ലാം 0 ആയി. ഇത് 0, ഇത് 0, ഇത് 0, ഇത് 0. ഇവരുടെ കാര്യം കഴിഞ്ഞു. ഇനി ഇവരുടെ നെഗറ്റീവ് ആയിരിക്കും ഇത്. അപ്പൊ T01 എന്ന് പറഞ്ഞാല് മൈനസ് ഓഫ്, ഇത് തരതിരിച്ചിടണം, മുമ്പേ പറഞ്ഞ പോലെ മൈനസ് ഓഫ് T01, ഇത് മൈനസ് ഓഫ് T02, ഇത് മൈനസ് ഓഫ് T03. This is minus of T12. This is minus of T13. This is minus of T23. So our final matrix is like this: 0, T01, T02, T12, T03, T13, T23, minus T01, 0, minus T02, minus T12, 0, minus T03, minus T13, minus T23, 0. എല്ലാം റെഡി ആയില്ലേ നോക്കി? മൊത്തം 16 എലമെന്റ്സ്. 4 × 4 16. ഇവിടെ 1 2 3 4 5 6 എലമെന്റ്സിന്റെ കോമ്പിനേഷൻ മാത്രം മതി. There are only 6 components. അതും ശരിയായി. അവ റിപ്പീറ്റ് ചെയ്യുന്നു വിത്ത് നെഗറ്റീവ് സൈൻ. കണ്ട, ഇവിടെ അത് റിപ്പീറ്റ് ചെയ്ത് നെഗറ്റീവ് സൈൻ റിപ്പീറ്റ് ചെയ്തു.
and the diagonal elements are 0. So this is the transformation tensor of the electric field and magnetic field that we are using in case of relativistic electrodynamics. That is equation number 8. നമ്മളിവിടെ പറഞ്ഞു ഇപ്പം T01 ആണെങ്കിൽ അതിനെ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം T01 അതിനെ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് പുതിയ കോർഡിനേറ്റ് ആവും T bar. So T bar 01 ഇപ്പൊ നമ്മളുടെ മെട്രിക്സ് അങ്ങനെ പല പല എലമെന്റ് ഉണ്ട്. T00 അത് 0 ആയിപ്പോയി. നമുക്കപ്പം ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ് T01 നമ്മൾ തൊട്ട് താഴെ ഇവിടെ കിടപ്പുണ്ട്, അത് -T01 ആയിരിക്കും താഴെ, അതായത് നെഗറ്റീവ് ആയിരിക്കും ആന്റി സിമെട്രിക് അനുസരിച്ച്. അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പം ഇത് ചെയ്തു നോക്കാൻ എന്നാ എന്ന് ചോദിച്ചാല് നമ്മൾ മുമ്പേ ഒരു ടെൻസർ ഇക്വേഷൻ എഴുതി. ദാറ്റ് ഈസ് T bar നന്നായി ശ്രദ്ധിച്ചിരിക്കണേ. T bar mu nu ഈക്വൽ ടു, ഇത് ക്യാപിറ്റൽ ലാംഡ അല്ലേ, ഇത് ക്യാപിറ്റൽ ലാംഡ mu nu ലാംഡ ന്യൂ സിഗ്മ T ഇവിടെ ലാംഡ വരും, ലാംഡ സിഗ്മ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 16. മുമ്പ് എഴുതിയ ഇക്വേഷൻ നമ്പർ 16 എടുത്ത് ഇങ്ങനെയല്ലേ എഴുതിയേക്കുന്നത് നോക്കി. These two tensor form this two here. Okay. അപ്പൊ ഇവിടെ നമുക്ക് എഴുതേണ്ടത് ഏതാണ്? T bar 01 എഴുതാം. T bar 01 മ്യൂവിന് പകരം 0യും ന്യൂവിന് പകരം 1ഉം കൊടുക്കുക. അങ്ങനെ ഓർത്തിരുന്നു. അപ്പൊ എങ്ങനെയാകും? ലാംഡ 0 ലാംഡ 1 സിഗ്മ T ലാംഡ സിഗ്മ. ഇനി ലാംഡയ്ക്കും സിഗ്മയ്ക്കും പല പല വാല്യൂ പോസിബിൾ. 0 പറ്റും, 0 പറ്റും, 1 പറ്റും, 1 പറ്റും. ഇതാണ് 4 പോസിബിൾ സ്റ്റേറ്റ്സ് ആയിട്ട് പറയാം. സോ അതിനെ നമുക്ക് അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആദ്യം ലാംഡ 0യും സിഗ്മ 0യും കൊടുക്കാം. അപ്പൊ എങ്ങനെ പറ്റും? ലാംഡ 0 ലാംഡ 1 T00 പ്ലസ്, ഇനി 0യും 1ഉം കൊടുത്തിരട്ടെ. അപ്പൊ എങ്ങനെയാവും? ലാംഡ 0 ലാംഡ 1 T01 പ്ലസ് അടുത്തട്ടെ 10. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും കൊടുത്തോ കേട്ടോ, ഞാൻ ഈ ഒരു ഓർഡറിയും കൊടുക്കണമെന്നുള്ളൂ, തെറ്റിപ്പോയില്ല. ലാംഡ 0 1 ലാംഡ 10 T10 പ്ലസ് ലാംഡ 1 കൊടുക്കണം 10 ലാംഡ 10 T1. ഇനി നോക്കി, ഇത് നമ്മൾ മുമ്പത്തെ ഇതിനകത്ത് ഡയഗണൽ എലമെന്റ്സ് 0 ആന്ന് പറയുമ്പോൾ ഇതും 0 ആയി പോയി, ഇതും 0 ആയി. ഇത് രണ്ടും ചെയ്യണ്ട. നിങ്ങൾ ഇത് രണ്ടും 0 ആയിട്ടൊരു സ്റ്റെപ്പ് എഴുതണം, ഇത് രണ്ടും ഇറക്കി എഴുതുന്ന സ്റ്റെപ്പ് എഴുതണം. ഇനി ഡെൽറ്റ 00ക്ക് പകരം നമ്മൾ ആ മെട്രിക്സ് എഴുതിയതിലെ 00യുടെ അവിടെ കിടക്കുന്ന എലമെന്റ് ആണെന്ന് നോക്കിയേ. ദാറ്റ് മീൻസ് ഫ്രം ഇക്വേഷൻ 14. ഇക്വേഷൻ 14ന്റെ അവിടെ 00യുടെ അവിടെ കിടക്കുന്നത് ഗാമ എന്നല്ലേ, അല്ലേ? സോറി, ഇതാ ചെയ്യാൻ പോണെ ഗാമ. അതുപോലെ ഗാമ 11ന്റെ അവിടെ കിടക്കുന്നത് ഗാമ. അപ്പം ഗാമ സ്ക്വയർ
T01 പ്ലസ് ഈ 10യും 01 അവിടെ തന്നെ കിടക്കണേ മൈനസ് ഗാമ ബീറ്റ ഇൻറ്റു വീണ്ടും മൈനസ് അപ്പൊ മൈനസ് ഗാമ ബീറ്റ സ്ക്വയർ 14 എന്ന് പറയുന്ന മെട്രിക്സ് എടുത്ത് നോക്കിയാൽ മതി ഇൻറ്റു ടി നെഗറ്റീവ് ഗുണിക്കുമ്പോൾ പോസിറ്റീവ് ആവും സോറി T10 that is equal to gamma square T01 മൈനസ് കണ്ടോ ഇതിനെ മാറ്റാൻ ഞാൻ ആന്റി സിമെട്രിക് ആണ് നെഗറ്റീവ് എടുത്തു ഗാമ ബീറ്റ ഹോൾ സ്ക്വയർ ഇൻറ്റു T01 അപ്പൊ രണ്ട് വശവും T01 അപ്പൊ ഗാമ സ്ക്വയർ കോമൺ ആക്കിയാൽ 1 മൈനസ് ബീറ്റ സ്ക്വയർ ഇൻറ്റു T01 നമ്മൾ ഏതാ ചെയ്തു തന്നെ T01 ബാർ ഓക്കെ ഇനി ഗാമ സ്ക്വയർ എന്ന് പറഞ്ഞാൽ തന്നെ 1/√(1 - v² / c² അതിന്റെ ഹോൾ സ്ക്വയർ അപ്പൊ റൂട്ട് പോവും 1/1 - v² / c² ഇൻറ്റു v² / c² എന്നാണ് ബീറ്റ സ്ക്വയറിന്റെ വാല്യൂ ബിക്കോസ് ബീറ്റ ഈക്വൽ ടു v/c എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതും 1 - v² / c² രണ്ടും വെട്ടിക്കളയാൻ 1 ആയി ഇവിടെ T01 ഈസ് ഈക്വൽ ടു T⁻01 കണ്ടോ ട്രാൻസ്ഫോം ചെയ്ത കോർഡിനേറ്റിലെ ഫസ്റ്റ് എലമെന്റ് ആദ്യത്തെ 0 ആയി പിന്നത്തെ എലമെന്റ് T⁻01 ട്രാൻസ്ഫോം ചെയ്ത കോർഡിനേറ്റില് പഴയ കോർഡിനേറ്റിലെ എലമെന്റിന് തുല്യം തന്നെയാണ് ഇങ്ങനെ നമുക്ക് 1 2 3 4 5 6 7 8 എണ്ണം 0 0 0 1 ബാക്കിയെല്ലാം 0 0യും 1 1ഉം എന്നാ പറഞ്ഞ 2 2ഉം 3 3യും ഇതും ഇതായി പൊക്കോളും സോ ഇത് എഴുതി എവിടം വരെ എന്നാലേ വായിക്കാൻ പറ്റുള്ളൂ ഇത് എഴുതി അവിടം വരെ ഐശ്വര്യ അശ്വതി so similar way we can find out the other components or the other transformed components in terms of the old one നമുക്ക് ഇതുപോലെ എല്ലാ കമ്പോണന്റും ഇപ്പൊ നമ്മൾ തെളിയിച്ചതായിരുന്നു T⁻01 ഈക്വൽ ടു T01 അതുപോലെ T⁻02 ഈക്വൽ ടു ഗാമ ഇൻറ്റു നോക്കിക്കോണേ ഓരോ വാല്യൂവിന് വ്യത്യാസമുണ്ട് എഴുതിയെടുക്കുമ്പോൾ തെറ്റിയും പോയിട്ട് T02 മൈനസ് ബീറ്റ T12 T03 ബാർ ഈക്വൽ ടു ഗാമ ഇൻറ്റു T03 പ്ലസ് ബീറ്റ T3 ബാർ ആൻഡ് T⁻23 ഈക്വൽ ടു സെയിം T23 തന്നെ T⁻31 ഈക്വൽ ടു ഗാമ ഇൻറ്റു ഞാൻ ഇങ്ങനെയൊക്കെയാ കോണിക്കലായിട്ടൊക്കെ ഞാൻ പഠിച്ചു ഇതുപോലെ തന്നെ ആവുള്ളൂ ഗാമ ഇൻറ്റു T31 പ്ലസ് ബീറ്റ T03 T⁻12 ഈക്വൽ ടു ഗാമ ഇൻറ്റു T12 മൈനസ് ബീറ്റ T02 നിങ്ങൾ എങ്ങനെയാണെങ്കിലും പഠിച്ചാൽ കുഴപ്പമില്ല ബട്ട് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദീസ് ടു all the elements of this tensor. This is equation number 18a. These all are equation number 18b. This 18a and 18b are comparable with 12a and 12b. നോക്കിയേ 12a 12b എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ എഴുതിയ ഈ എക്സ് പ്രൈം ഈക്വൽ ടു എക്സ് ഈ വൈ പ്രൈം ഇൻറ്റു ഗാമ ഇൻറ്റു ഈ വൈക്ക് പകരം T02 എന്ന് കിടക്കണം മൈനസ് വി ഇൻറ്റു ബി സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ 12aയും 12bയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന
ഒരു ഫോമിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവന്നു. ഓർ വി ക്യാൻ സേ ദാറ്റ് the equations 18a and 18b are precisely the rules we derived for the transformation of electric and magnetic field in equations 12a and 12b. ആ സെന്റൻസ് എഴുതി തരണോ? അത് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ എഴുതിക്കോളൂ. ഹലോ, ഇപ്പൊ പറഞ്ഞ സെന്റൻസിലെ ഇതുമായിട്ട് ആർ പ്രിസൈസ്ലി കമ്പയറബിൾ. ആ സെന്റൻസ് പറഞ്ഞു തരണോ? അശ്വതി കേൾക്കാമോ? എന്നാൽ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ അതിന്റെ ടെൻസർ ഫോമിലേക്ക് ചെയ്ത് വന്ന് ടെൻസറിൽ നമ്മൾ ചെയ്തു വന്നപ്പോൾ 4 ഡിഫറെന്റ് ആയ എലമെന്റ്സ് കിട്ടി. അത് സെക്കൻഡ് ഓർഡർ ആണ്, അത് ആന്റിസിമെട്രിക് ആണ്. പക്ഷെ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് 0, 1 എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, സെയിം വാല്യൂ ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ള 1, 2, 3, 4, 5, 6 എലമെന്റ്സ്. സിമിലർ വേ നമുക്ക് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും EX, EY, EZ, BX, BY, BZ ഇങ്ങനെ കിട്ടി. സോ ദാറ്റ് ഇക്വേഷൻസ് 12a and 12b. Here equation 8a and 8b. So these equations 8a and 8b are precisely the rules we derived for the transformation of electric and magnetic field equations in 12a and 12b.